നമസ്കാരം. കഥാമണ്ഡപത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് കൃത്രിമ ബുദ്ധിയുടെ AI സഹായത്തോടെ ശബ്ദരൂപം നൽകിയിട്ടുള്ള H.G. വെൽസിന്റെ വിഖ്യാത കഥയായ ലോകങ്ങളുടെ യുദ്ധം അഥവാ വാർ ഓഫ് ദ വേൾഡ്സ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലോകത്ത് സുരക്ഷിതരാണെന്ന് കരുതിയിരിക്കുമ്പോൾ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് നിന്ന് ആരോ നമ്മളെ അസൂയോടെ നോക്കുന്നു എന്നൊരു ചിന്ത ഭയങ്കരമാണത്. ശരിയാണ്. ഇത് വെറുമൊരു ഏലിയൻ ആക്രമണത്തിന്റെ കഥയല്ല. അല്ല. നിങ്ങൾ ഈ തന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ എനിക്കേറ്റവും കൗതുകം തോന്നിയത് അതിന്റെ പശ്ചാത്തലമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം. അതെ, മനുഷ്യൻ ശാസ്ത്രീയ നേട്ടങ്ങളുടെ കൊടുമുടിയിലാണെന്ന് അഹങ്കരിച്ചിരുന്നൊരു കാലം. അതെ, ലോകമടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം തങ്ങളെക്കാൾ ശക്തരായ ഒരു ശത്രു വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ അഹങ്കാരത്തിന്റെ മുഖത്ത് കിട്ടിയ ഒരു അടിയാണ് ഈ കഥ. ശരിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ കഥയുടെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങി ചെല്ലുക എന്നതാണ്. ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ ഈ ഭീകരതയെ കാണുമ്പോൾ എന്തൊക്കെ തിരിച്ചറിവുകളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ആ അപ്രതീക്ഷിത വരവിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? തീർച്ചയായും. കഥ തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ ആ ഒരു അലംഭാവത്തെ വരച്ചുകാട്ടിയാണ്. ചൊവ്വയിൽ ജീവൻ ഉണ്ടാകാം, പക്ഷേ അവരൊക്കെ നമ്മളെക്കാൾ താഴ്ന്നവരായിരിക്കും. അതായിരുന്നു അന്നത്തെ ഒരു പൊതുധാരണ. പക്ഷെ വെൽസ് പറയുന്നത് നേരെ തിരിച്ചാണല്ലേ? അതെ, ബഹിരാകാശത്തിന്റെ അനന്തതയിലൂടെ മനുഷ്യരെക്കാൾ വലിയ ബുദ്ധിയും അനുകമ്പയില്ലാത്ത ഹൃദയവുമുള്ള ജീവികൾ ഈ ഭൂമിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന ആ ഒരു വാചകത്തിൽ തന്നെ ഉണ്ടെല്ലാം. ഉണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് അവർ ഭൂമിയെ ലക്ഷ്യം വെച്ചത്? അതിനൊരു ശാസ്ത്രീയ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതായത് ചൊവ്വ ഭൂമിയേക്കാൾ പ്രായം കൂടിയ ഗ്രഹമാണ്, ചെറുതുമാണ്. ഓഹോ. അപ്പോൾ അത് സ്വാഭാവികമായും വേഗത്തിൽ തണുത്തുറഞ്ഞു. അവിടുത്തെ വിഭവങ്ങൾ കുറഞ്ഞു. നിലനിൽക്കാൻ അവർക്ക് വേറൊരു ഗ്രഹം വേണമായിരുന്നു. അപ്പോഴാണ് അവർ ഭൂമിയെ കാണുന്നത്. അതെ, പച്ചപ്പും വെള്ളവും ജീവൻ തുടിക്കുന്ന ഭൂമി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭൂമി പ്രതീക്ഷയുടെ ഒരു പ്രഭാത നക്ഷത്രം പോലെയായിരുന്നു. കഥാനായകൻ ഓഗിൽവി എന്ന ജ്യോതിശാസ്ത്രജ്ഞനെ കാണുന്നിടത്താണല്ലോ സംഭവങ്ങൾ തുടങ്ങുന്നത്. ചൊവ്വയിൽ എന്തോ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു. അതെ, തുടർച്ചയായി 10 രാത്രികൾ. പക്ഷെ ആളുകളൊന്നും അത് കാര്യമായി എടുത്തില്ല. പത്രങ്ങളിലൊക്കെ ചെറിയ വാർത്ത വന്നു, ഒരു അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ ഉൽക്കാവർഷം. അത്രേ എല്ലാവരും കരുതിയുള്ളൂ. പക്ഷേ ആ ഓരോ സ്ഫോടനവും ഇങ്ങോട്ടോരോ മിസൈൽ അയക്കുകയായിരുന്നു. അതെ, അപകടം തൊട്ടുമുകളിൽ നിൽക്കുമ്പോഴും നമ്മുടെ കഥാനായകൻ ഭാര്യയുടെ കൂടെ നടക്കാൻ പോകുന്നതും പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്നതുമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ആ ഒരു ശാന്തത പിന്നീട് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ഭീകരത കൂട്ടുന്നു. എക്സാക്ട്ലി. അങ്ങനെ ആദ്യത്തെ സിലിണ്ടർ ഭൂമിയിൽ വന്നു വീഴുന്നു, ഹാർസൽ കോമൺ എന്ന സ്ഥലത്ത്. അതൊരു സാധാരണ ഉൽക്ക പോലെ ആയിരുന്നില്ല, അല്ലേ? അല്ല. അവിടെ കണ്ടത് കൃത്യമായ രൂപമുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു ഭീമൻ സിലിണ്ടറാണ്. ചുട്ടുപഴുത്തിരിക്കുകയായിരുന്നു. ആളുകളൊക്കെ ചുറ്റും കൂടി. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം, അതിനുള്ളിൽ നിന്ന് ഒരു തരം മുരൾച്ച കേൾക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടപ്പ് ആരോ ഉള്ളിൽ നിന്ന് തിരിച്ചു തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ. അതെ, ആ രംഗം ഓർക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ്. മണിക്കൂറുകൾക്ക് ശേഷം അത് തുറന്നപ്പോൾ പുറത്തുവന്ന രൂപം ശരിക്കും അത് മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തു. ആളുകൾ ഒരുപക്ഷെ മനുഷ്യനോട് സാമ്യമുള്ള ഒന്നിനെയാവും പ്രതീക്ഷിച്ചത്. പക്ഷെ കണ്ടതോ? ഒരു പേടി സ്വപ്നം. എണ്ണമയമുള്ള തവിട്ട് നിറം, വലിയ കറുത്ത കണ്ണുകൾ, വായ്ക്കു പകരം ഒരു V ആകൃതിയിലുള്ള ഭാഗം, അതിനു ചുറ്റും ടെന്റാക്കിൾസ്. ഭൂമിയിലെ ഗ്രാവിറ്റി അതിന് താങ്ങാൻ പറ്റിയില്ല, അല്ലേ? പറ്റിയില്ല. അതുകൊണ്ട് അത് നിലത്ത് ഇഴയുകയായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ വെറുപ്പും ഭയവുമാണ് കഥാനായകന് തോന്നിയത്. ഒരാശയവിനിമയത്തിന് ശ്രമം നടക്കുന്നുണ്ടല്ലോ, വെളുത്ത പതാകയുമായിട്ട്. ഒരു സംഘം ആളുകൾ മുന്നോട്ട് ചെല്ലുന്നുണ്ട്. അവിടെയാണ് എല്ലാം മാറിമറിയുന്നത്. അതെ, മനുഷ്യന്റെ സമാധാന ശ്രമങ്ങളെ അവർ പുച്ഛിച്ചു. ആ സിലിണ്ടറിൽ നിന്ന് ഒരു കണ്ണാടി പോലത്തെ ഉപകരണം, അത് മുകളിലേക്ക് വന്നു. അതിൽ നിന്നൊരു പച്ചപ്പുക, പിന്നെ ചെവി തുളയ്ക്കുന്നൊരു ശബ്ദം. എന്നിട്ട് ആരും ഒന്നും കാണുന്നില്ല, പക്ഷെ ചുറ്റുമുള്ളതെല്ലാം ആളിക്കത്താൻ തുടങ്ങി. അദൃശ്യമായൊരു താപകിരണം, ഹീറ്റ് റേ. ഈ ഹീറ്റ് റേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ലേസർ പോലെ എന്തെങ്കിലും ആണോ? പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, 1890കളിൽ ഇങ്ങനൊരു ആയുധത്തെക്കുറിച്ച് വെൽസ് ചിന്തിച്ചു എന്നതാണ് അതിലെ അത്ഭുതം. ശരിയാണ്. അദൃശ്യമായ ചൂടുകൊണ്ട് കത്തിക്കുന്ന ഒരു കിരണം, മനുഷ്യരും മരങ്ങളും കെട്ടിടങ്ങളും
എല്ലാം ഒരു നിമിഷം കൊണ്ട് ചാരമായി. സംസാരത്തിനല്ല, കൊല്ലാനാണ് ആർ വന്നതെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ നിമിഷം. അതെ. ആ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കഥാനായകൻ വീട്ടിലേക്ക് ഓടിയെത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ജീവികൾക്ക് ആ കുഴിയിൽ നിന്ന് പുറത്തുവരാൻ പറ്റില്ലെന്ന്. അതൊരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു. വളരെ വലിയ തെറ്റിദ്ധാരണ. അവരുടെ ആ ശാരീരിക ദൗർബല്യം മറികടക്കാൻ അവരുടെ കയ്യിൽ ടെക്നോളജിയുണ്ടായിരുന്നു. ട്രൈപോഡുകൾ. അതെ. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ഭീമാകാരന്മാർ വരുന്നു. ഇരുമ്പിൽ തീർത്ത 3 കാലുകളിൽ നടക്കുന്ന വീടുകളേക്കാൾ ഉയരമുള്ള യന്ത്രമനുഷ്യർ. അതോടെ മനുഷ്യന്റെ ചെറുത്തുനിൽപ്പിന്റെ സാധ്യതയെല്ലാം അടഞ്ഞു. പട്ടാളം വന്നു. പീരങ്കികൾ കൊണ്ടുവന്നു. എല്ലാം കളിപ്പാട്ടങ്ങൾ പോലെയായി. ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പോഴാണ് വെൽസിന്റെ ഒരു സാമൂഹിക വിമർശനം വരുന്നത്. ലോകം ഭരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈന്യം ഒന്നുമല്ലാതായി മാറി. ശരിയാണ്. മറ്റുള്ളവരെ കീഴടക്കിയിരുന്നവർ ഇരകളായി. അതെ. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാകേണ്ടി വന്നു. അതൊരു ചരിത്രപരമായ ഐറണിയാണ്. ആ ഭീകരത ലണ്ടനിലേക്കെത്തുമ്പോൾ കഥയുടെ ക്യാൻവാസ് ഒന്നുകൂടി വലുതാകുന്നുണ്ട്, അല്ലേ? അതെ. കഥാനായകന്റെ സഹോദരന്റെ കണ്ണിലൂടെ നമ്മൾ ആ പലായനം കാണുന്നു. ലണ്ടനിലെ കൂട്ടപലായനം. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഭയന്ന് വിറച്ചോടുന്നു. റോഡുകൾ മനുഷ്യരെക്കൊണ്ട് നിറഞ്ഞു. ഭക്ഷണത്തിലും ഒരു വണ്ടിയിൽ കയറിപ്പറ്റാനും വേണ്ടി ആളുകൾ പരസ്പരം തല്ലുകൂടി. നിയമം, സഹാനുഭൂതി എല്ലാം ഇല്ലാതായി. നാഗരികത എത്ര നേർത്തൊരു പാളിയാണെന്നത് കാണിച്ചു തരുന്നു. ശരിക്കും. ഇതിനിടയിൽ അവർ ബ്ലാക്ക് സ്മോക്ക് എന്നൊരു പുതിയ ആയുധം കൂടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഹീറ്റ് ഒരു ഭീകരനാണെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് അതിലും ഭയാനകമായിരുന്നു. അതിൽ നിന്ന് ഒളിക്കാൻ പറ്റുന്ന. അതെങ്ങനെ? കറുത്ത കനത്ത പുക. അത് റോക്കറ്റുകളിൽ നിന്ന് പുറത്തുവന്ന് കാട്ടില്ലാതെ തന്നെ ഒഴുകിപ്പരക്കും. കെട്ടിടങ്ങൾക്കുള്ളിലും കിടങ്ങുകളിലുമെല്ലാം അത് നിറയും. ശ്വാസം മുട്ടിമരിക്കും. അതെ. പിടഞ്ഞു വീണ് മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതൊരു നിശബ്ദനായ കൊലയാളിയായിരുന്നു. മനുഷ്യരാശി ഒന്നടങ്കം തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയുടെ വെട്ടം. തണ്ടർ ചൈൽഡ് എന്ന യുദ്ധക്കപ്പലിന്റെ രംഗം. അതെന്തായിരുന്നു? തേംസ് നദിയിലൂടെ അഭയാർത്ഥികളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ട്രൈപോഡുകൾ ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോ തണ്ടർ ചൈൽഡ് എന്ന ചെറിയൊരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ അവർ രക്ഷിക്കാൻ വരുന്നു. അതെ. തോൽക്കുമെന്ന് 100% ഉറപ്പാണ്. എന്നിട്ടും ആ കപ്പൽ അതിന്റെ സർവ്വശക്തിയുമെടുത്ത് ഒരു ട്രൈപോഡിനെ നേരെ ചെന്നിടിച്ചു തകർത്തു. മറ്റൊന്നിനെയും വീഴ്ത്തി. അവസാനം ഹീറ്ററെ കൊണ്ട് ആ കപ്പൽ നശിച്ചു. പക്ഷെ ആ ഒരു നിമിഷം അത് മനുഷ്യന്റെ തോൽക്കാൻ തയ്യാറല്ലാത്ത ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമായി മാറി. ആ ധീരമായ ചെറുത്തുനിൽപ്പിന് ശേഷം കഥ വീണ്ടും നമ്മുടെ നായകനിലേക്ക് വരുന്നു. അയാൾ ഒരു പുരോഹിതന്റെ കൂടെ ഒരു വീട്ടിൽ ഒളിക്കുന്നു. അതെ. അതൊരു രക്ഷപ്പെടലായിരുന്നില്ല. മറ്റൊരു തടവറയായിരുന്നു. 5ാമത്തെ സിലിണ്ടർ കൃത്യം ആ വീടിന്റെ മുകളിലാണ് വന്നു വീണത്. അവരവിടെ കുടുങ്ങിപ്പോയി. 15 ദിവസം. കഥയിലെ ഏറ്റവും തീവ്രമായ ഭാഗമാണത്. അവിടെ വെച്ചാണ് അയാൾ ചൊവ്വാജീവികളെ ഏറ്റവും അടുത്തുനിന്ന് കാണുന്നത്. എന്തൊക്കെയായിരുന്നു അയാൾ കണ്ടത്? അവർ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി. ജീവനോടെ അവരുടെ രക്തം ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് അയാൾ കണ്ടു. അവർക്ക് ദഹനവ്യവസ്ഥയില്ലായിരുന്നല്ലേ? ഇല്ല. നമ്മൾ പശുവിനെ വളർത്തുന്നതുപോലെ അവർ മനുഷ്യരെ ഒരു ഭക്ഷണ സ്രോതസ്സായി മാത്രം കണ്ടു. പിന്നെ അവർ പരസ്പരം സംസാരിക്കുന്നത് ശബ്ദമുണ്ടാക്കിയല്ല, ഒരുപക്ഷെ ടെലിപ്പതി വഴിയായിരിക്കാമെന്നും അയാൾ ഊഹിച്ചു. ആ ദിവസങ്ങൾ ശരിക്കും ഒരു മാനസിക പരീക്ഷണമായിരുന്നിരിക്കണം. പുറത്ത് ഭീകരജീവികൾ, അകത്ത് സമനില തെറ്റിയ ഒരു മനുഷ്യൻ. തീർച്ചയായും. കൂടെയുള്ള പുരോഹിതന് ഭയം കാരണം സമനില തെറ്റി. അദ്ദേഹം ദൈവത്തെ പഴിക്കാനും ഒച്ചവയ്ക്കാനും തുടങ്ങി. അത് അപകടമാണ്. അതെ. ചൊവ്വാജീവികൾ തങ്ങളെ കണ്ടെത്തുമെന്ന് ഭയന്നപ്പോൾ നമ്മുടെ നായകന് നിവൃത്തിയില്ലാതെ അദ്ദേഹത്തെ തലയ്ക്കടിച്ചു വീഴ്ത്തേണ്ടി വന്നു. അബദ്ധത്തിൽ ആ പുരോഹിതൻ മരിച്ചുപോയി. അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എത്രത്തോളം താഴുമെന്ന് കാണിക്കുകയാണവിടെ. ശരിയാണ്. ആ ഭീകരത അവിടെയും തീരുന്നില്ല. ഒരു ചൊവ്വാജീവി അതിന്റെ ലോഹം കൊണ്ടുള്ള ടെൻഡക്കിൾ ആ വീടിനകത്തേക്ക് അയച്ചു പരിശോധിക്കുന്നുണ്ട്. ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കേണ്ട രംഗമാണത്. അതെ. കഥാനായകൻ അടുക്കളയിലെ കൽക്കരിമുറിയിൽ അനങ്ങാതെ ഒളിച്ചിരുന്നു. ആ ടെൻഡക്കിൾ അയാളുടെ ദേഹത്ത് തട്ടിയിട്ടും അയാൾ ശബ്ദമുണ്ടാക്കിയില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറം ലോകമാകെ മാറിയിരുന്നു, അല്ലേ? പൂർണ്ണമായും. ചുവന്ന കളകൾ എല്ലായിടത്തും പടർന്നു പിടിച്ചിരിക്കുന്നു. ഭൂമിയെ അവരുടെ സ്വന്തം ഗ്രഹം പോലെയാക്കാനുള്ള ശ്രമം. പിന്നെ പൂർണ്ണമായ നിശബ്ദത. അതെ. അയാൾ ലണ്ടനിലേക്ക് നടന്നു. വഴിയരികിൽ മൃതദേഹങ്ങൾ, തകർന്ന ട്രൈപോഡുകൾ, ഇടയ്ക്ക് അലോ അലോ എന്നൊരു കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. മരിക്കാൻ കിടക്കുന്നൊരു ചൊവ്വാജീവിയുടെ അവസാനത്തെ നിലവിളി. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്, അല്ലേ?
മനുഷ്യന്റെ ഒരു ആയുധത്തിനും ചെയ്യാൻ കഴിയാത്തത് പ്രകൃതി ചെയ്തു. അതെ, ലണ്ടനിലെത്തിയ അയാൾ കാണുന്നത് മരിച്ചുകിടക്കുന്ന ചൊവ്വാജീവികളെയാണ്. കാക്കകളും നായ്ക്കളും അവയുടെ ശരീരം കൊത്തിവലിക്കുന്നു. എന്തായിരുന്നു കാരണം? നമ്മുടെ പീരങ്കികളല്ല, തോക്കുകളല്ല. ഭൂമിയിലെ ഏറ്റവും ലളിതമായ ജീവികൾ, ബാക്ടീരിയകളും വൈറസുകളും. ഓ, മനുഷ്യൻ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രതിരോധശേഷി നേടിയ സൂക്ഷ്മാണുക്കൾ, അവരെ കൊന്നൊടുക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും ബുദ്ധിയുള്ള ജീവികൾക്ക് ഭൂമിയിലെ ബാക്ടീരിയയെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലേ? അതൊരു വലിയ പിഴവല്ലേ? നല്ല ചോദ്യം. ഒരുപക്ഷേ അതവരുടെ അഹങ്കാരത്തിന്റെ ഭാഗമായിരിക്കാം. അവർ നമ്മളെ ഒരു നിസ്സാര ഭീഷണിയായി പോലും കണ്ടില്ല. നമ്മുടെ ആയുധങ്ങളെ മാത്രമല്ല, നമ്മുടെ ആവാസവ്യവസ്ഥയെയും അവർ വില കുറച്ചു കണ്ടു. അല്ലെങ്കിൽ ഒരുപക്ഷേ അവരുടെ അണുവിമുക്തമായ ഗ്രഹത്തിൽ രോഗങ്ങൾ എന്നൊരു സങ്കല്പമേ ഉണ്ടായിരുന്നിരിക്കില്ല. ഭൂമിയിലെ വെള്ളവും ഭക്ഷണവും ഉപയോഗിച്ചപ്പോൾ നമ്മുടെ രോഗാണുക്കൾ അവരുടെ ശരീരത്തിൽ കയറി. അതിനെ പ്രതിരോധിക്കാൻ അവരുടെ ശരീരത്തിന് കഴിഞ്ഞില്ല. അപ്പം മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്നായ രോഗം ഇവിടെ നമ്മുടെ രക്ഷകനായി മാറി. അതെ. കഥാനായകൻ ഒടുവിൽ രക്ഷപ്പെടുന്നു. അത്ഭുതകരമായി ഭാര്യയെയും കണ്ടെത്തുന്നു. ലോകം പതിയെ സാധാരണ നിലയിലേക്ക് വരുന്നു. പക്ഷേ ഈ അനുഭവം മനുഷ്യരാശിയെ എന്തെങ്കിലും പഠിപ്പിച്ചോ? അതാണ് വെൽസ് അവസാനം ഉയർത്തുന്ന ചോദ്യം. ഈ ആക്രമണം മനുഷ്യന്റെ അഹങ്കാരത്തെ തകർത്തു. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ലെന്നും സുരക്ഷിതരല്ലെന്നും അത് നമ്മളെ പഠിപ്പിച്ചു. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ. അതെ, ബഹിരാകാശത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ കൂടുതൽ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു എന്ന് പറയാം. ഒരു പക്ഷേ കഥാനായകൻ അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങളെയും ചിന്തിപ്പിക്കും. ഈ വിജയം നമ്മുടേതായിരുന്നില്ല, ഭൂമിയിലെ സൂക്ഷ്മാണുക്കളുടേതായിരുന്നു. ചൊവ്വയിൽ ഇപ്പോഴും ജീവനുണ്ടാകാം. അവർ നമ്മളെ വീണ്ടും നിരീക്ഷിക്കുന്നുണ്ടാകാം. അടുത്ത തവണ വരുമ്പോൾ അവർ നമ്മുടെ ബാക്ടീരിയകൾക്കെതിരെ തയ്യാറെടുപ്പുകളുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരായിരിക്കും എന്ന ചോദ്യം ബാക്കിയാണ്. ഇത് താൽക്കാലികമായൊരു ആശ്വാസം മാത്രമാണോ? ഭാവി ശരിക്കും ആർക്കാണ് വിധിച്ചിരിക്കുന്നത്? നിങ്ങളിതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഈ AI നിർമ്മിത ശ്രാവ്യ ആവിഷ്കാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കഥാമണ്ഡപത്തിൽ നിന്നുള്ള കൂടുതൽ വ്യത്യസ്തമായ കഥകളും അവതരണങ്ങളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മികച്ച കഥയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.